ഇനി അവന് കൈപൊക്കാനുള്ളൊരവസരം ശിവൻ കൊടുക്കില്ല. അവന്റെ ചാൻസേ അങ്ങ് തീർന്നു. എന്തോ വലിയ കഷ്ടകാല സമയത്ത് അവൻ എന്നെ കൈവെക്കാൻ തോന്നിയെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നീ കഴിയെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വാ. അതെ മഹേട്ടാ, 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? ഞാൻ ചെയ്യേണ്ട ജോലികൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ചെയ്യുക? ഒപ്പിടാനൊക്കെ ആണെങ്കിൽ ഫയലുകളൊക്കെ ഇങ്ങോട്ട് വരുത്തിയാ മതിയല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പോയാലേ നമ്മുടെ തൊഴിലാളികൾ കുഴിമടിയന്മാരായി പോവും. ജോലിയൊന്നും നടക്കില്ലെന്നേ. തൊഴിലാളികൾ ജോലി ചെയ്യാതായ അത് സ്ഥാപനത്തിന്റെ വിറ്റുവരവിനെ ബാധിക്കും. അങ്ങനെ ബിസിനസ് തകർച്ചയെ മറികടക്കേണ്ടതായിട്ട് വരും. എന്റെ അലസത കൊണ്ട് നന്നായിട്ട് നടന്നു പോകുന്ന ഒരു ബിസിനസിനെ ഇല്ലാതാക്കണോ? മഹിയേട്ടനോട് പറഞ്ഞു ജയിക്കാൻ ഞാൻ ആളല്ല. എന്ത് വേണമെങ്കിലും ആവാം. എവിടെയാണെങ്കിലും സ്വന്തം ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്താ മതി. അച്ഛൻ വിളിച്ചായിരുന്നോ? മോളെ, എനിക്ക് നിന്നോടായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ഞാൻ നിക്കണ്ടെന്നാണോ പറയുന്നത്? നീയും കേക്കണം. എനിക്ക് നീ കണ്ടെത്തിയ പ്രകാശിന് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛാ. അതേ മോളെ, സത്യമാണ് അച്ഛൻ പറയുന്നത്. എടി, നീയും അവനും കൂടി നിന്ന എന്ത് ചേർച്ചയാണുള്ളത്? മാണിക്കോത്ത് മഹേന്ദ്രന്റെ മരുമകനാണെന്നും പറഞ്ഞ ആർക്കെങ്കിലും എനിക്ക് അവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒട്ടും ചേർന്നവനല്ല അവൻ. അവനെ നീ അങ്ങ് മറക്കണം. അച്ഛൻ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞല്ലേ? എന്ത് വിവാഹം? ഇതൊക്കെ കുറെ നാള് കാണാതിരുന്ന് അങ്ങ് തീരാവുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ ഹയർ സ്റ്റഡീസിന് വിടാം. എവിടം വരെ നിനക്ക് പഠിക്കാൻ പറ്റുമോ അവിടം വരെ നിനക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാം. അവന്റെ കാര്യമോർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. ഇത് അച്ഛന് ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ അങ്ങ് ഒഴിവാക്കി തരാം. കേൾക്കുമ്പോ നിനക്കൊരൽപ്പം ക്രൂരമായിട്ടൊക്കെ തോന്നും. പക്ഷെ പിന്നീട് നിനക്കത് മനസ്സിലാവും. അച്ഛൻ അന്ന് പറഞ്ഞത് നിന്റെ നന്മയെ കണ്ടുകൊണ്ട് മാത്രമാണെന്ന്. നിന്നിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് മോളെ. അതൊന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാനാവില്ല. നീ ചിന്തിക്ക്, എന്നിട്ട് വിവേകത്തോടെ പെരുമാറ്. എന്നിട്ട് വരാൻ പോകുന്ന നല്ലൊരു ഭാവിയെ കുറിച്ച് മാത്രം ചിന്തിക്ക്, കേട്ടോ? വന്നേ. നടക്കാൻ പറ്റുന്നുണ്ടോ? ഏയ്, ചെറിയൊരു വലിച്ചലുണ്ട്. സോമശേഖരനെ ഞാൻ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അയാള് തന്ന വേദനയല്ലേ, ഇതങ്ങനെ പെട്ടെന്നൊന്നും മാറണ്ട. ശിവേട്ടന് എന്താ പറ്റിയേ? ഏയ്, കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു ക്ഷീണം. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനും മാത്രമായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇടി കിട്ടിയതല്ലേ, ഒരാട്ടം തല സൂപ്പിട്ട് കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ചമുട്ട വാട്ടി വെറും വയറ്റിൽ 3 ദിവസം അങ്ങ് കഴിക്കണം. അത് തീരാവുന്ന ചതവേ ഉള്ളൂ. റാണി, വേലായുധേട്ടൻ എവിടെ? അച്ഛൻ സ്ഥലത്തില്ല. എവിടെ പൂരം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയതാ. വേടിക്കട്ടെ എവിടെ ഉണ്ടെങ്കിലും അച്ഛൻ ചെല്ലാതെ തിരികൊളുത്തില്ലല്ലോ. ശിവേട്ടന് എന്താ സുഖമില്ലേ? ഒന്നുമില്ലെന്നേ. ശാലിനിയും രാമേട്ടനും കൂടെ
എന്നെ വെറുതെ രോഗിയാക്കുക. ഒന്നുമല്ല, ആ സോമശേഖരൻ അവന്റെ കൈ കൊത്തി കിട്ടിയപ്പോ പോലീസുകാരുടെ ഗുണം അവൻ കാണിച്ചു. ഒന്നിച്ചു ചേർന്ന് ഒരുത്തന്നെ തല്ലി ചതയ്ക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഹോബിയല്ലല്ലോ. ചാവുന്നത് വരെ അവന്മാർ തല്ലും. ചത്താൽ കെട്ടിത്തൂക്കിയിട്ട് പറയും സ്വയം തൂങ്ങിയതാണെന്ന്. എന്തായാലും രാമേട്ടാ, ആയുസിന്റെ ബലവും തണ്ടലിന്റെ ഉറപ്പും കാരണം ആ വക ലീലാവിലാസങ്ങളൊന്നും എന്റെ അടുത്ത് ചെലവായില്ലല്ലോ. തല്ലി, ശരിക്കും തല്ലി. അവന്റെ ദേഷ്യം തീരുന്നത് വരെ അവൻ തല്ലി ചതച്ചു. ഇനി കിട്ടിയത് തിരിച്ചു കൊടുക്കുന്ന ചടങ്ങാ. ഇനിയിപ്പം ഉടനെ ഒരു തിരിച്ചടിക്കൊന്നും പോണ്ട. അതിനുള്ള ആരോഗ്യാവസ്ഥയിലല്ല ശിവനിപ്പോ. കിട്ടിയത് കൂട്ടത്തിൽ മേടിച്ച് അവസരം കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് കാത്തിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. 1 വെച്ചാ 2, 2 വെച്ചാ 4, 4 വെച്ചാ 8. ആ പോളിസിയാണ് തല്ലിന്റെ കാര്യത്തിൽ ഞാൻ പിന്തുടരുന്നത്. 1 കിട്ടിയാ അത് 2ആയിട്ട് തിരിച്ചു കൊടുത്തിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. സോമശേഖരൻ അത് അർഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഉടനെ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. തിരിച്ചടിക്കാൻ ചെല്ലുന്നവന്റെ ആരോഗ്യസ്ഥിതി നല്ലതല്ലെങ്കിൽ വീണ്ടും പഴയത് തന്നെ ആവർത്തിച്ചാലോ? ഇനി അവന് കൈപൊക്കാനുള്ളൊരവസരം ശിവൻ കൊടുക്കില്ല. അവന്റെ ചാൻസേ അങ്ങ് തീർന്നു. എന്തോ വലിയ കഷ്ടകാല സമയത്ത് അവൻ എന്നെ കൈവെക്കാൻ തോന്നിയെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ഭക്ഷണമൊന്നും തന്നെത്താൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാങ്ങിക്കൊണ്ടൊന്നും കൊടുക്കണ്ടല്ലോ. അയ്യോ വേണ്ട, ഞങ്ങളടുത്തുണ്ടല്ലോ. ശിവേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രയെ പോലെ തന്നെയാ ഞാനും ശിവേട്ടന്. ചന്ദ്രയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനെല്ലാം വേണ്ട പോലെ ചെയ്തോളാം. ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ. ശിവ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആദ്യം ആരോഗ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് മതി പ്രതികാരം വീട്ടലും പക തീർക്കലും എല്ലാം. കുടിക്കാൻ വെള്ളവും മറ്റോ വേണോ? വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലൊന്ന് എത്തിയാൽ മതി കുമാരേട്ടാ. ഇവിടെ കിടന്ന് മടുത്തു. ആ, ഡിസ്ചാർജ് ആയല്ലോ. ശോഭനയും കൊച്ചും വന്നാ നമുക്കങ്ങ് പോവാലോ. മടുത്തു. ജീവിതത്തിന്റെ പകുതി ഭാഗവും ഹോസ്പിറ്റലിൽ കിടന്ന പോലത്തെ അവസ്ഥയാ. രോഗം മാറാനല്ലേ സുധാകര നിനക്ക് വേണ്ടി നിന്റെ ഭാര്യയും നമ്മുടെ കളക്ടറും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത്. അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. അതൊന്നും ഞാൻ മറക്കില്ല കുമാരേട്ടാ. എനിക്കിവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി.